ഈ താഴത്തട്ടിൽ ഉണ്ടായതായിട്ട് വെച്ചിരുന്ന മനുഷ്യർ, അവർ താഴെയുള്ളവരൊന്നും അല്ല, അവരങ്ങനെ ആക്കിയതാണെന്ന് നമ്മൾ അറിയണം. ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ യേശു കച്ചേരി പോയി വിവാഹം കഴിക്കാന്ന് പറയുന്ന ന്യായം അവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 100-നകത്ത് 5 ഉള്ളൂ. ആ 5 പേരും ഒന്നിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുന്നതിന് എല്ലാ പണിയും ചെയ്യുന്ന അമ്മയച്ഛന്മാരും കൂടെ ഉള്ള നാടാണ് നമ്മൾ. അല്ലാതെ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമില്ല. നിങ്ങൾ ഈ നാട്ടിനകത്ത് മാറ്റം വന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഓടി അവിടെ അതൊരു തുണിയെടുത്ത് വിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ഭരണഘടന ഈ പറയുന്ന സകല എന്തെല്ലാം വിവേചനങ്ങൾ ഉണ്ടായിരുന്നു ആ വിവേചനങ്ങളുടെ മുകളിൽ തുണി വിരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ ഈ അന്യക്കലായിട്ട് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ അടിമയായിട്ട് വരുന്നവരെ എങ്ങനെയാണ് ആയെന്നുള്ളത് പറയുന്നുണ്ട്. ആ പറയുന്നതിനകത്ത് ഈ ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള അറിവ് ലോകത്തില്ല, അതിനുള്ള റിസോഴ്സസ് ഇല്ല. ഇവിടെയാണ് ഭരണഘടനാപരമായി ഈ താഴത്തട്ടിൽ ഉണ്ടായതായിട്ട് വെച്ചിരുന്ന മനുഷ്യർ, അവർ താഴെയുള്ളവരൊന്നും അല്ല, അവരങ്ങനെ ആക്കിയതാണെന്ന് നമ്മൾ അറിയണം. ലോകത്ത് ഒറ്റ മനുഷ്യകുലമേ ഉള്ളൂ, ഒരു വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചതല്ല, ആക്കിയെടുത്തതാണെന്ന് അറിയേണ്ടതുണ്ട്. ആ ആക്കിയെടുത്ത ആൾക്കാർക്ക് സവിശേഷമായ പ്രൊട്ടക്ഷൻ കൊടുക്കാതെ, നേരത്തെ പറഞ്ഞ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനായിട്ടുള്ള അവകാശം കൊടുത്താൽ അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അതേ കാരണമാണ്